ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണിത്. ഹാപ്പി ന്യൂ ഇയർ ഓൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡെയിലി ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. നമുക്കൊരു കാര്യത്തിലേക്ക് എത്തണമെങ്കിൽ കുറേ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ആക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം. കുറച്ച് പവർഫുൾ ഹാബിറ്റ്സ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാലോ? അപ്പോൾ നമ്പർ 1 പറയുന്നത് നമ്മുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക എന്നത്. നമ്മുടെ ലൈഫിൽ ഒരുപാട് ഗോൾസൊക്കെ സെറ്റ് ചെയ്യുന്നവരാണ് നമ്മളൊക്കെ അല്ലേ. ആ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്തതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഡെയിലി അരമണിക്കൂറെങ്കിലും ഇതിനായിട്ട് മാറ്റി വയ്ക്കാം. കൺസിസ്റ്റൻ്റായിട്ട് ഈ കാര്യങ്ങൾ ചെയ്ത് നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതിലൂടെ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. രണ്ടാമതായിട്ട് മൈൻഡ്ഫുള്ളായിട്ടൊരു കാര്യം ചെയ്യുന്നതിനിടയിൽ കുറച്ച് റെസ്റ്റ് എടുക്കാം. കണ്ടിന്യൂസ് ആയി ജോലി മാത്രം ചെയ്തുകൊണ്ടിരിക്കാതെ ഇടയ്ക്കൊക്കെ ഒരു ഇടവേള കൊടുക്കുക. അത് ചെറിയൊരു ബ്രീത്തിങ് എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും ആവാം, അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിട്ട് കണ്ണടച്ചിരിക്കുന്നതോ എന്ത് വേണമെങ്കിലും ആവാം. നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടുന്നതാണ്. ഫോക്കസ്ഡ് ആവാൻ സാധിക്കുന്നു. കൂടുതൽ പ്രൊഡക്റ്റീവായി കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്നു. നമ്പർ 3 എന്ന് പറയുന്നത് ഡെയിലി നാം യൂസ് ചെയ്യുന്ന ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് സമയത്ത് ഒഴിവാക്കി വയ്ക്കുക. ഫോണ്, ലാപ്ടോപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മളൊന്ന് മാറ്റി വയ്ക്കുക. ഒന്ന് പ്രകൃതിയുമായി കണക്റ്റ് ആവുക. ഇതിലൂടെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നതാണ്. മൈൻഡ് റിലാക്സ് ആവുന്നു. ഓരോ ദിവസം 1 മണിക്കൂറെങ്കിലും ഇതിനായി നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. നമ്പർ 3 എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ മാത്രം ഫോക്കസ് കൊടുത്ത് ചെയ്യുക. മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക എന്നതാണ്. ഒരു ടാസ്കിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പിനെസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നത്. നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള നല്ല കാര്യങ്ങളെ ഓർക്കുക എന്നത്, അതിനെല്ലാം നന്ദി പറയുക. നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണോ അതിനെല്ലാം നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഹാബിറ്റ്സൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അത് അനുഭവിച്ച് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഫോർ വാച്ചിങ്.